ഇന്ധനമില്ലാതെ പ്രതിസന്ധിയിലാണ് കോഴിക്കോട്ടെ LPG ഓട്ടോ ഡ്രൈവർമാർ. നഗരത്തിലുണ്ടായിരുന്ന പമ്പുകൾ അടച്ചതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. കിലോമീറ്ററുകൾ അകലെ പോയി ഇന്ധനം നിറയ്ക്കേണ്ട ഗതികേടിലാണ് ഇവർ. ഏറെ പ്രതീക്ഷകളോടെയാണ് ഇവർ LPG ഓട്ടോ ഉപജീവനത്തിനായി തെരഞ്ഞെടുത്തത്. വായു മലിനീകരണം ഒഴിവാക്കാമെന്നതടക്കം നല്ല ചിന്തകളും ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇന്ധനം കിട്ടാതെ നെട്ടോട്ടമോടുകയാണ് ഓട്ടോ ഡ്രൈവർമാർ. മൂന്നെണ്ണമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അത് ഫസ്റ്റിലെ പുതിയങ്ങാടിയിലും, രണ്ടാമത്തത് സരോവറും, മൂന്നാമത്തെ കുണ്ടായത്തോടുമാണ്. ഈ മൂന്ന് സ്ഥലത്തുള്ളത് ഇപ്പം പുതിയങ്ങാടിയിലുള്ള എന്നോ ക്ലോസ് ചെയ്തതാണ്. 2 വർഷത്തോളമായി ക്ലോസ് ചെയ്തിട്ട് തിരിച്ച് ഇപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഈ ഞാൻ നിൽക്കുന്ന സരോവർ ഈ പമ്പിലും 3-4 മാസത്തോളമായി ഫില്ലിംഗ് ഇതുവരെ നടന്നിട്ടില്ല. പിന്നെ ഉള്ളത് ഏക ആശ്രയം കുണ്ടായത്തോടുള്ള ആ സ്ഥാപനത്തിലാണ്. ആ കുണ്ടായത്തോട് സ്ഥാപനത്തിലേക്ക് പോയി ഇന്ധനം നിറയ്ക്കണമെങ്കിൽ തന്നെ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന വേറൊരു പ്രയാസം എന്ന് വെച്ചാൽ 15-20 കിലോമീറ്റർ താണ്ടിയിട്ടാണ് അവിടെ ഇന്ധനം നിറയ്ക്കാൻ പോകുന്നത്. നഗരത്തിൽ 3 LPG പമ്പിംഗ് സ്റ്റേഷനുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ പുതിയങ്ങാടിയിലേത് നഷ്ടം കാരണം കഴിഞ്ഞ വർഷം അടച്ചുപൂട്ടി. സരോവരത്തേത് റിപ്പയറിംഗിനായി അടച്ചിട്ടിരിക്കുന്നു. ചെറുവണ്ണൂരിലെ പമ്പിംഗ് സ്റ്റേഷനിൽ നിന്ന് തിരക്ക് കാരണം ഇന്ധനം പലപ്പോഴും ലഭിക്കാറുമില്ല. ഇത് കാരണം ചില ഇറങ്ങിയ മുതലേ പ്രതിസന്ധി തന്നെയാണ്. കാരണം വർഷങ്ങളായിട്ട് പരാതി കൊടുത്തിട്ട് ഒരു പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമാണ് ഈ LPG വണ്ടി എടുത്ത ആളുകൾ. വായുമലിനീകരണം എന്ന് പറഞ്ഞിട്ട് 10-14 കൊല്ലം മുന്നേ ഇറങ്ങിയിട്ട് ഇതിന് ഒരു അടിസ്ഥാന സൗകര്യം ഇന്ന് വരെ ഇവിടെ ഭരണകൂടം ആക്കിയിട്ടില്ല. കത്തുകൾ മാസം 5-6 കത്ത് കളക്ടർമാർക്ക് മാറി മാറി വരുന്ന കളക്ടർമാര്, മന്ത്രിമാര് എല്ലാം എവിടെ പരാതി കൊടുത്തിട്ട് ഇതൊരു പരിഹരിക്കപ്പെടാത്ത ഒരു വിഷയമാണ് ഈ LPG. ഇത് പഴയ ഓട്ടോറിക്ഷകൾക്ക് 13 ലിറ്ററും പുതിയവയ്ക്ക് 17 ലിറ്ററുമാണ് സംഭരണ ശേഷി. ഇത് 2 ദിവസത്തേക്ക് മാത്രമാണ് തികയുക. CNGയും ഇലക്ട്രിക് ഓട്ടോകളും വന്നതോടെ തങ്ങളെ അവഗണിക്കുന്നതായുള്ള പരാതിയും ഇവർക്കുണ്ട്. മാറി വന്ന കളക്ടർമാർക്കും വകുപ്പ് മന്ത്രിമാർക്കും അടിയന്തര ഇടപെടലിനായി നിവേദനങ്ങൾ നൽകിയിട്ടും നടപടി ഉണ്ടായിട്ടില്ല. സിവിൽ സപ്ലൈസ് തുറക്കുമെന്ന വാഗ്ദാനം ലഭിച്ചിട്ട് മാസങ്ങളായെങ്കിലും അനക്കമൊന്നുമില്ല. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നറിയാതെ വിഷമത്തിലാണ് ഈ ഓട്ടോ ഡ്രൈവർമാർ. ജനം, കോഴിക്കോട്.